എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമയാണ്. ഇതൊരു ഫാൻറ്റസി തീം റിലേറ്റഡ് ഡ്രാമയാണ്. ഇനി നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം. ഇവനാണെങ്കിൽ ഒരു മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഇവൻ്റെ ബോഡിയിലെ എനർജി പവർ യൂസ് ചെയ്യാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ മോൺസ്റ്ററിനെ അവൻ ഇല്ലാതാക്കുന്നുണ്ട്. അതോടൊപ്പം ഇവൻ്റെ ബോഡിയിലെ എനർജി ഇല്ലാതാവുകയാണ്. അത് കാരണം അവൻ ഒരുപാട് വീക്കാവുകയും അവൻ തല ഇറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഈ പെൺകുട്ടിയാണെങ്കിൽ അവനെ വേഗം ഈ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. ഇവൻ പറഞ്ഞിട്ടാണ് ഇയാളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഇയാൾ അവന് വേണ്ട എനർജി നൽകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ബോഡി ഓവർ ഹീറ്റ് ആവുകയും അവൻ ഒരുപാട് ടയേർഡാവുകയും ചെയ്യുന്നുണ്ട്. ഇവൻ്റെ അടുത്ത് വരുന്നവരൊക്കെ ഇവനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നതാണ് എന്ന് കരുതി അവൻ അവരെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. അവൻ വളരെ ടയേർഡും വീക്കും ആയിരുന്ന സമയത്ത് മറ്റൊരു പെൺകുട്ടി ഇവൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ പെട്ടെന്ന് തന്നെ അവളെ പിടിച്ച് അവിടെ നിന്ന് മാറ്റുകയും അവളെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റായിട്ട് അവനെ ഇവിടെ എത്തിച്ച ആ പെൺകുട്ടി അവനെ സമാധാനിപ്പിക്കുകയും അവനെ മൈൻഡ് റിലാക്സ് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഇവൻ പറയാണ് അവളുടെ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ അവളെ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറയാണ്. എൻ്റെ ബോഡി വളരെ ടയേർഡ് ആവുന്നത് കൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട് അവളുടെ അടുത്ത് പോകാനായിട്ട് പറയാണ്. മറ്റേ പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടെങ്കിലും അവളത് അവിടെ നിന്ന് പോകുന്നുണ്ട്. എൻ്റെ ബോഡി ഓവർ ഹീറ്റ് ആവുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയും അവനും തമ്മിൽ അവിടെ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. അതോടുകൂടിയാണ് അവൻ്റെ ബോഡി ഒന്ന് കൺട്രോൾ ആവുന്നതും കാമാവാൻ സഹായിക്കുകയും ഒന്നൊക്കെ ചെയ്യുന്നതും. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചൈനീസ് ഡ്രാമയാണ്. ഇതിൻ്റെ റിയൽ സ്റ്റോറി എന്താണെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാനിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് മനസ്സിലായപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു തീമും പ്ലോട്ടും ഒക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ട്. ഈ ഡ്രാമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും പറയാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്